അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹബഹുമാനമുള്ള TTQ പഠിതാക്കളെ, നമ്മൾ റിവിഷൻ്റെ രണ്ടാമത്തെ ദിവസത്തേക്ക് കടക്കുകയാണ്. ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പ് സജീവമായ ചർച്ചയാണ്. എന്താ പറയുക, റിവിഷൻ നമ്മൾ എടുത്തതിൻ്റെയൊക്കെ അവിടെ എത്തിപ്പോയി. അവർ ഏകദേശം ക്ലാസ് തന്നെ കംപ്ലീറ്റ് തീർക്കുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് പോകുന്നുണ്ട്. വേറെ 1, 2, 3 ഗ്രൂപ്പുകളൊക്കെ അതിൻ്റെ പിന്നാലുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഗ്രൂപ്പുകളും ഒരു അനക്കവും കാണുന്നില്ല. 2, 3 ഗ്രൂപ്പുകൾ മാത്രമാണ് സജീവമായിട്ട്, എന്താ പറയുക, അതിലൊരു ഗ്രൂപ്പ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം അത്രയ്ക്കും സജീവമാണ് ആ ഗ്രൂപ്പിൽ. അപ്പോൾ നിങ്ങളൊക്കെ ആ ഒരു രീതിയിലേക്ക് വരിക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. സൂറത്ത് ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ഓക്കെ, നമ്മൾ മദ് അക്ഷരങ്ങൾ വരെയാണ്, മദ്ദിൻ്റെ ഹാലുകളാണ് ഇപ്പം നമ്മൾ അവസാന ദിവസം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മദ്ദുകളെ കുറിച്ച് പറയുകയാണ്. എല്ലാ മദ്ദുകളെയല്ല, ഫറഈ ആയിട്ടുള്ള കുറച്ച് മദ്ദുകളെ കുറിച്ച്. മദ് എത്ര വിധമാണ്, ഏതൊക്കെയാണ്, സാധാരണ മദ്, അസാധാരണ മദ്, അത്തരം കുറച്ച്. പിന്നെ നമ്മൾ പഠിച്ചത് ഓരോന്നായിട്ട് പിന്നീട് വരും. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു മദ് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. അത് ഒന്ന് സാധാരണ മദ്, ഒന്ന് അസാധാരണ മദ്. അതായത് മദ് ത്വബഈ ആയിട്ടുള്ള മദ്, ഫറഈ ആയിട്ടുള്ള മദ്. അസാധാരണ മദ് എന്നിൽ നിന്ന് മാറിയിട്ട് ഫറഈ എന്ന് പറയുമ്പോൾ ശാഖകളുള്ള എന്നൊക്കെയാണ് ശരിക്കും അതിൻ്റെ അർത്ഥം വരുന്നത്. ഫറഈ എന്ന് പറയുമ്പോൾ ശാഖകളുള്ള മദ് എന്നാണ്. അപ്പം ത്വബഈ ആയിട്ടുള്ള മദ്ദും ഫറഈ ആയിട്ടുള്ള മദ്ദും, സാധാരണവും അസാധാരണവും, 2 ടൈപ്പ് മദ്ദുകളാണുള്ളത്. പിന്നെ ഈ മദ്ദുകളിൽ നിന്ന് പിന്നീട് എന്താവും, ആ മദ്ദുകൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ മദ് എത്ര വിധമാണ്? 2 വിധം, സാധാരണ മദ്, അസാധാരണ മദ്. മദ് ത്വബഈ, മദ് അസ്ലി എന്ന്. ത്വബഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രഷ് ഫ്രൂട്ട്സിനൊക്കെ പറയുന്നതാണ് ത്വബഈ എന്ന് പറഞ്ഞാൽ. ഇത് നല്ല പച്ചക്കറി ഒറിജിനൽ ഇതെടുക്കുന്നതിന് ആണ് ത്വബഈ എന്ന് പറഞ്ഞത്. അസ്ലി എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ. സാധാരണ പച്ചക്കറിക്കാട് ത്വബഈ ആയിട്ടുള്ളതാണോ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ മദ് ഫറഈ, ഇങ്ങനെ 2 എണ്ണമാണ്. മദ് അസ്ലി അതായത് ത്വബഈ എങ്ങനെയാണ്, എപ്പോഴാണ് അത് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു, മദ്ദക്ഷരങ്ങൾ അലിഫ്, യാ, വാവ്, ഐവ, ഈ 3 മദ്ദക്ഷരങ്ങൾ. ഈ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വരുന്നില്ലെങ്കിൽ, മദ്ദക്ഷരം എന്ന് പറയുമ്പോൾ ഇപ്പം ഖാല എന്നാണെങ്കിൽ ഖഫത്ഹ, അലിഫ് മദ്, പിന്നെ ലാമാണ് വരുന്നത്. അവിടെ ഹംസ, സുക്കൂന്, ഷദ്ദൊന്നും വരുന്നില്ല. അപ്പം അത് അസ്ലി ആയിട്ടുള്ള മദ്ദാണ്. അപ്പോൾ ഈ അലിഫ്, യാ, വാവ്, ഈ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വരുന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നെങ്കിൽ ഹംസ, പിന്നെ ഹംസ ഒരു ഹർഫാക്കിയിട്ട് നമുക്ക് കൂട്ടാം. സുക്കൂന് ഷദ്ദു എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള ഹർഫോ ഷദ്ദുള്ള ഹർഫോ വരുന്നില്ലെങ്കിൽ
ആ മദ് സാധാരണ മദ്ദായിരിക്കും. അത് എന്താണ്? തൊബഈ ഹറക്കത്താൻ. മദ് തൊബഈ ഹറക്കത്താനാണ്. 2 ഹറക്കത്ത് സമയം നൽകി പാരായണം ചെയ്യേണ്ട മദ്ദുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. എൻ്റെ മിഖ്താർ മദ് തൊബഈയാണ്. തൊബഈ മിഖ്താർ മദ് തൊബീയാണ്. മദ് തൊബീ ഹറക്കത്താൻ. 2 ഹറക്കത്തിൻ്റെ സമയം ദൈർഘ്യം നൽകാൻ. അപ്പോൾ നമുക്കിവിടെ കാണാം, അ എന്നതിൻ്റെ കൂടെ അലിഫും കൂടി ചേരുമ്പോൾ ആ അ അ. അപ്പോൾ ആ 2 ഹർക്കത്തിൻ്റെ ടൈം ആ ബ ത സ ജ ഹ ഖ ദ ദ റ സ സ ഷ ص ض ط ض ع غ ف ق ك ല മ ന ഹ വ യ. ഇങ്ങനെ പറയാം. 2 ദീർഘം. അപ്പം അത് ഇതൊരു ഉദാഹരണമായിട്ട് നമ്മൾ തെഹജീൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹംസ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ. ഹംസ ഫത്ഹ, ഫത്ഹയുള്ള ഹംസ, ശേഷം ആരുടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. അപ്പം അത് തൊബഈയാണ്, മദ് തൊബഈയാണ്. ഹർക്കത്താൻ, 2 ഹർക്കത്തിൻ്റെ സമയം നൽകി പാരായണം ചെയ്യണം. ഇനി ഹ ഉണ്ട്. ഹ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് മുഫഖമയായിട്ടുള്ള ഹർഫാണ്. മുഫഖമയായിട്ടുള്ള ഹർഫിൻ്റെ കൂടെ അലിഫ് മദ് വരുന്ന സമയത്ത് ആ അലിഫ് മദ്ദും മുഫഖമയായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചില സമയങ്ങളിൽ ഹെവിയാകുന്ന ഹർഫുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിലൊന്ന് അലിഫ്, ലാമ്, റ ആണ്. ഈ അലിഫ് എപ്പോഴാണ് ഹെവി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള അക്ഷരത്തിൻ്റെ കൂടെ, അതായത് മുഫഖമയായിട്ടുള്ള അക്ഷരത്തിൻ്റെ കൂടെയാണ് അലിഫ് വരുന്നതെങ്കിൽ ആ അലിഫിനും മുഫഖമയായ അക്ഷരത്തിൻ്റെ എന്തായിരിക്കും? സ്വഭാവമായിരിക്കും. അതായത് ആ അലിഫും മുഫഖമയായിരിക്കും എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ തഹജ്ജിയാണ് നാം താഴെ കാണുന്നത്. ഖ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ. ഖാ ഫത്ഹ മുഫഖമയാണ്, അലിഫ് മദ് മുഫഖമയാണ്. മദ് തൊബഈ ഹർക്കത്താൻ, സാധാരണ മദ്ദാണ്. ഹർക്കത്തൈൻ, 2 ഹർക്കത്ത് സമയം നൽകി പാരായണം ചെയ്യണം എന്നാണ്. ഓക്കെ. ഇപ്പോൾ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ, ഒന്നാമത്തെ ഇതാണ് ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ. അപ്പോൾ നമുക്കൊരു ആയത്ത് നോക്കാം. ഈ ആയത്ത് ഞാനൊരാളെ വിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് മുതലാണ് വന്നിരുന്നത്. ഈ ആഴ്ച നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പ് മുതലാണ്. ഉണ്ടോ? ഓക്കെ. മിഷാബാനുത്ത ഒന്ന് പാരായണം ചെയ്യൂ. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. ഇനി നോക്കൂ, ഇതൊന്ന് ഈ മഞ്ഞ കളർ കാണുന്ന ഭാഗം മൊത്തത്തിലൊന്ന് തഹജ്ജി ചെയ്യണം. നിഷാബാനുത്താത്ത തന്നെയാണ് ചെയ്യേണ്ടത്. കാണുന്നില്ലേ? പറഞ്ഞു. قالوا سبحانك لا علم لنا إلا ما علمتنا. قاف فتحة مفخمة ألف مد مفخمة قا لام ضمة واو مد. തൊബഈ ഹർക്കത്താൻ മറന്നുപോയോ?
കുറച്ച് ദിവസമായിട്ട് നോക്കിയിട്ടില്ലേ, ആ സുഖല്ലാതെ. പ്രയാസാണെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഞാൻ തഹജ് പിന്നെ പറയാം, ഓക്കെ നോക്കിയിട്ട് പിന്നെ. ഓക്കെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പോൾ ഈ ആയത്തൊന്ന് പാരായണം ചെയ്യൂ. കാണുന്നില്ലേ അഫ്സത്താത്ത? അഫ്സത്താത്ത പോയോ? ഹലോ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. യാ അയ്യാ അയ്യുഹല്ലദീന. ഓതണ്ടേ? ഓതിക്കോളൂ ഉണ്ടേ. ഓതിക്കോളൂ. ഓതിയല്ലോ. ആ ഹലോ, കേൾക്കണ്ട്. ഓതിക്കോളൂ കേൾക്കണില്ലേ? ബാക്കി ഓതിക്കോളൂ. ഹലോ. കേൾക്കാം, ബാക്കി ഓതിയാ സബ്ബഹ മതി. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അഫ്സത്താത്ത റേഞ്ച് കിട്ടുന്നില്ലല്ലോ. യാ അയ്യുഹല്ലദീ അല്ലേ? യാ അയ്യുഹല്ലദീന എന്ന് തന്നെയാണ്. ഓക്കെ. യാ അയ്യുഹല്ലദീന അഫ്സത്താത്ത വീട്ടിലല്ലേ? സ്ഥലം മാറിയണോ? എന്താ റേഞ്ച് കിട്ടാത്ത? മഴയാണോ? മഴ ആയിട്ട് റേഞ്ച് പോയതാണോ? എന്താണ്? നാട്ടിൽ മഴയാണോ എന്താണ്? എനിക്കറിയില്ല. നല്ല മഴയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹഫ്സത്താത്തൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്, റേഞ്ച് പ്രോബ്ലമാണ്. മുനീറത്താത്ത നിങ്ങൾ പാരായണം ചെയ്യൂത്. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. يا أيها الذين آمنوا لم تقولون ما لا تفعلون. ഓക്കെ അൽഹംദുലില്ലാ. ഈ മഞ്ഞയും ചുവപ്പും കാണുന്ന ഫസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ആ ഒന്ന് തഹ്ജ് ചെയ്യാൻ പ്രയാസാവോ? لا നോക്കാം. سين فتاة با فتاة سبح فتح سبح اسم الجلالة لله من فتاة للتبعية كتان ما كذا അത് ലാം കസ്രലി ഇസ്മുൽ ജലാല ലില്ലാഹി. اوكي لام كسرى اسم الجلالة لله من فتاة ألف مد تبعية كتان ما سبح لله ما فكسرى يا مد تبعية كتان في അവിടെ ഫി എന്നുള്ളത് കളയപ്പെടുമല്ലോ, അത് പറയണ്ടേ? കളയപ്പെടും. ഫ കസ്ര യ മദ് യസ്കുതു വസ്ലൻ എന്നാണ് പറയാ. ഫ കസ്ര യ മദ് യസ്കുതു വസ്ലൻ, ഹംസതു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹാ. ഫ കസ്ര യസ്കുതു വസ്ലൻ, ഫ കസ്ര യ മദ് യസ്കുതു വസ്ലൻ എന്നാണ്. فكسرى يا مد يسقط وصلا
ഹംസത്ത് തൊബി വസ്ലൻ ഹർക്കത്താണ്. ഇല്ല തൊബി വരൂലല്ലോ. പിന്നെ നിങ്ങൾ തൊബി ആയിട്ട് അങ്ങനെ സബ്ബഹലില്ലാഹി മാഫീ സമാവാത്തി എന്നല്ലല്ലോ, സബ്ബഹലില്ലാഹി ഫിസ്സ ഫിസ്സ ഫീ സമ അല്ലല്ലോ, ഫിസ്സ. അപ്പൊ ആ യാ കളയപ്പെടുന്നുണ്ട്, ഹദഫല്ലേ, കളയപ്പെടുന്നുണ്ട്. ആ ഫ കസ്ര യാമദ് യസ്കുത്ത് വസ്ലൻ ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ നബ്ദു ബിഹ. ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ നബ്ദഉ ബിഹാ. ലാമു ശംസിയ മുദ്ഗമ ബിശ്ശീനിൽ മഖ്സൂറ അശ്ശ മീം ഫത്ഹ അലിഫ് മദ് തബഈ ഹർക്കത്താൻ മാ സമാ വാവ് ഫത്ഹ അലിഫ് മദ് തബഈ ഹർക്കത്താൻ വാ സമാവ താ കസ്റത്തി സമാവാത്തി സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാത്തി വാവ് ഫത്ഹ വ മീം ഫത്ഹ അലിഫ് മദ് തബഈ ഹർക്കത്താൻ മാ ഫ കസ്റ മദ് യസ്കുത്ത് വസ്ലൻ. ഫ കസ്ര യാമദ് യസ്കുത്ത് വസ്ലൻ. വസ്ല് കാരണം സുക്കൂത്തായി പോകുന്നു. ആര്? യാ മദ്. ഫ കസ്ര യാ മദ്, യാ മദ് യസ്കുത്തു, സുക്കൂത്തായി. യസ്കുത്തു വസ്ലൻ, വസ്ല് എന്ന് പറഞ്ഞാൽ ചേർക്കുന്നത് കാരണം. ഫിനെ ഹംസത്ത് വസ്ലിലേക്ക് വസ്ല് ചെയ്യുന്നത് കൊണ്ട് യാമദ് എന്തായി? കളയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഫ കസ്ര യാമദ് യസ്കുത്തു വസ്ലൻ, വസ്ല് കാരണം യാമദ് കളയപ്പെട്ടു. ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ ലാം കമരിയ മുദ്ഹറ. സ്ക്രീൻ പോയോ? ഓക്കെ. അവിടെ മഴ ചെയ്യുന്നുണ്ടോ? എന്താണ് മൊത്തത്തിൽ പ്രോബ്ലം ആണല്ലോ. ഒന്ന് സ്ക്രീനൊക്കെ ഉണ്ട്, സ്ക്രീന് കാണായിക്കൊന്നുമില്ല. ഓക്കെ, ഞാൻ അടുത്ത ആളിലേക്ക് പോവാ ഇൻഷാ അല്ലാഹ്. ഓക്കെ മുനീറത്ത, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. കസ്ര യ മദ് തൊബീഹ ഹർക്കത്താൻ. കസ്ര യ മദ്, കസ്ര യ മദ് തൊബീഹ ഹർക്കത്താൻ. നുരീദു എന്നുള്ള ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ നൂൻ ലൊമ്മാനു റ കസ്ര മുറക്കക്ക യ മദ് തൊബീഹ ഹർക്കത്താൻ രി നുരീ ദാൽ ദൊമദു നുരീദു ലാ നുരീദു. ഓക്കെ. إن تتوبا إلى الله فقد سعت إن تتوبا إلى الله فقد سعت قلوبكما وإن تظاهر عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. ലൊഹീർ എന്നാണോ പാരായണം ചെയ്യാ? അവിടെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ റാഇന്? ലൊഹീർ തഫ്ഖീമാണോ? ലൊഹീർ തർക്കീക്കാണോ? അപ്പൊ ഓതിയത് ലൊഹീർ തന്നെ തഫ്ഖീമായിട്ടാണ് അല്ലേ? എവിടെ? അലിഫ് മദ് ഉണ്ട് അവിടെ, മദ് കൊടുത്തില്ല. ഫസ്റ്റ് തന്നെ തുടക്കം ഇറങ്ങിയിട്ട് നാവ് നൂനിൽ പൂർണ്ണമായിട്ട് തട്ടിക്കരുത്. ഞാൻ കേട്ടത് എനിക്ക് ഇന്നായി പോയിട്ടുണ്ട്. നൂനിൽ ടച്ച്, നൂനിന്റെ മഖ്റജിൽ ടച്ച് ചെയ്യരുത്. അങ്ങോട്ട് പോവാ, നേരെ തായിലേക്ക് ഇത് ഉന്ന ചെയ്തിട്ട് മടങ്ങും. ഇവിടെ കാണുന്ന ഭാഗം തഹജ്ജി ചെയ്യണം. വ ഇൻ തവാഹറ അലൈഹി ഫ ഇന്നല്ലാഹ ഹുവ മൗലാഹു വ ജിബ്രീലു വ സ്വാലിഹുൽ മുഅ്മിനീന എന്നുള്ള ഭാഗം ഒന്ന് തഹജ്ജി ചെയ്യണം. പ്രയാസാണ്, നോക്കാം. ഓക്കെ, എന്നാ ഒരു കാര്യം, പ്രയാസാണെങ്കിൽ ചുവപ്പ് കളർ കാണുന്ന അവിടുന്ന് ഇങ്ങോട്ട് തഹജ്ജി ചെയ്തോളൂ. ജിബ്രീല മുതലോ? ജിബ്രീലു വ സ്വാലിഹുൽ മുഅ്മിനീൻ. ഓക്കേ. വാവ് ഫത്ഹ വ ജീം കസ്റ
جي وجي با با ساكنة مقلقلة ജിബ് وجب വാ അവിടെ وجب നിൽക്കട്ടെ, വാ അവിടെ നിൽക്കട്ടെ. جب ജിബ് جب را كسرة مرككة يا مد مرككة مد طبيعي حركتان ري جبري لا ضمة لو جبريل وجبريل واو فتحة وا صاد فتحة مفخمة ألف مد مفخمة مد طبيعي حركتان صا لام كسرة لي صالي ها ضمة هو صالح وصالح وجبريل وصالح همزة وصل تسكت وصل نبدو بها لام كمرية موحرة ميم وما مو واو المو ഹംസ واو സുക്കൂന് പറഞ്ഞാൽ മതി. همزة سكون المو ഉം. ميم كسرة مي المؤمي نون كسرة يا مد طبيعي حركتان ني المؤمني نون ساكنة عند الوقف المؤمنين അവിടെ നൂൻ وجبريل കെസ്ര وصالح ഒരു المؤمنين മിനിറ്റ്, നൂൻ കെസ്ര യാമത് തൊബി ഹർക്കത്താൻ, പിന്നെ നൂന് നിങ്ങൾ സുക്കൂന് നൽകി. നൂന് ഫത്ഹ നൽകുകയാണെങ്കിൽ ഞാൻ ഓക്കെ പറയായിരുന്നു. നൂന് സുക്കൂന് നൽകിയെങ്കിൽ നൂന് അവിടെ മൊത്തം മാറണം. ഫത്ഹ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഫത്ഹയിൽ നമ്മൾ തീർത്താണ്. പക്ഷെ സുക്കൂന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താണ്ട് തെഹജീല്. عند നൂൻ അല്ല എനിക്ക് ഓർമ്മയിട്ടില്ല. എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് ഓർമ്മയിട്ടില്ലല്ലോ. നൂൻ കെസ്ര യാമദ് ആരിൽ എന്ന് പറഞ്ഞൊരു മദ്ദിനെ കുറിച്ച് ആരിൽ പഠിച്ചു. എനിക്കത് മറന്നുപോയി. മറന്നു പോരുത്, പരീക്ഷ എടുക്കാനായതാണ്. പരീക്ഷക്ക് نون كسرة يا مد عارل لسكون جائز 2 و4 و6 حركات نون ساكنة عند الوقف. ഓക്കെ വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്, ബറകല്ലാഹു ഫീക്. ഓക്കെ. അടുത്തത് ദൊമ്മ വാമദ് തൊബി ഹർക്കത്താൻ എന്നാണ്. അതിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം, ദൊമ്മ വാമദ് തൊബി ഹർക്കത്താനിൽ വരുന്ന ഒരു സംഭവമാണ് അലിഫ് സിഫർ മുസ്തദീർ ലായുൻതക്ക്. അധിക സ്ഥലങ്ങളിലും അലിഫ് സിഫറിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അലിഫ് സിഫർ 2 സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം. അലിഫ് സിഫർ ഉണ്ട്, സിഫർ മുസ്തദീറുണ്ട്, മുസ്തീലും ഉണ്ട്, നമ്മൾ പഠിച്ചു. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം നമുക്ക് ഒരായത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. വാ ഫത്ഹ വാ ഖാ ഫത്ഹ മുഫഖമ ഖാ അലിഫ് മദ് മുഫഖമ തബീ ഹർക്കത്താൻ വഖാ താ കസ്റാത്തി വഖാത്തി ലാം വമ്മ വാ മദ് അലിഫ് സിഫർ മുസ്തതീർ ലാം തക് ലാം ലമ്മ വാമദ് തൊബി ഹർക്കത്താൻ അലിഫ് സിഫർ മുസ്തദീർ ലായുൻതക്. ഓക്കെ. വഖാതിലു ഫാ കസ്റ യാ മദ് തൊബി ഹർക്കത്താൻ ഫി സീൻ ഫത്ഹ സാ ബാ കസ്റ ബി യാ മദ് തൊബി ഹർക്കത്താൻ സബി ലാം കസ്റ ലി സബീലി ഇസ്മുൽ ജലാല അല്ലാഹി വഖാതിലു ഫീ സബീലില്ലാഹി. ഹംസത്ത് വസ്ലൻ തസ്കുത്ത് വസ്ലൻ നബ്ദു ബിഹാ ലാം ഷദ്ദ ഫത്ഹ അല്ല ദാൽ കസ്റ യാ മദ് തബീ ഹർക്കത്താൻ അല്ലദീ നൂൻ ഫത്ഹന അല്ലദീന വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യാ വമായു ഖാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ തബീ ഹർക്കത്താൻ താ കസ്റാത്തി യുഖാതി ലാം ലമ്മ വാവ് മദ് തബീ ഹർക്കത്താൻ യുഖാതിലു നൂൻ ഫത്ഹന കാഫ് വമ്മ കു
يقاتلون ميم مظهرة قبل واو المفتوحة يقاتلونكم ولام فتحة لام فتحة ألف مد طبيعي حركتان ولا تام فتحة تا عين سكون تعي تام فتحة تا دال لما واو مد ألف صفر مستطيل എന്ത് വാമതാണ്? എന്ത് വാമതാണ്? എന്ത് വാമത്താണ്? താഴ്ത്തതോ ദാൽ ലമ്മ വാ മദ് മുത്തസിലാണോ മുൻഫസിലാണോ തൊബിയാണോ? മുൻഫസില്. മുൻഫസിൽ. മുൻഫസിൽ എപ്പോഴാവുക? മുൻഫസില് അടുത്ത വാക്ക് ഹംസ വരുമ്പോ. ആ, നിങ്ങള് പിന്നെ ചേർത്ത് ഓതുന്നുണ്ടോ അവിടെ നിർത്തുന്നുണ്ടോ? നിർത്താണ്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ഇവളോ അല്ലേ? ഇവളാണോ സംഭവിക്കുക? അപ്പോ താഴ്ത്തതു എന്ന് പറയുമ്പോ ഹർക്കത്താൻ അലിഫ് സിഫർ മുസ്തദിർലായുൻതക്. അവിടെ ആ ചിഹ്നം വരാൻ കാരണം നിങ്ങൾ ചേർത്ത് ഓതാണെങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ മുൻഫസിലാവും. പക്ഷെ മുൻഫസിലാവുന്നില്ല, നിങ്ങൾ അവിടെ വഖഫ് ചെയ്യാണ്. അങ്ങനെ വഖഫ് ചെയ്യാനെങ്കിൽ ദാൽ ലുമ്മ വാമദ് തൊബി ഹർക്കത്താൻ അലിഫ് സിഫർ മുസ്തദിർലായുൻതക് വലാ തഅതദു, അത്രയും മതി. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ചേർത്ത് ഒതുക്കളി അതുവരെ. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا. اوكي، ولا تعتدوا. الحمد لله، بارك الله فيك. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ഓക്കെ, മുസിനെ താത്തൊക്കെ കാണുന്നില്ല എന്ന് തോന്നുന്നു. കുറച്ച് ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. عَنِّي മണിക്കണം. فَإِنِّي قَرِيبٌ. പിന്നെ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. ഓക്കെ, തഹജ്ജ് ചെയ്യാൻ പറ്റുമോ മുസിനത്ത? കുറച്ചൊക്കെ. എന്നാൽ ഈ ചുവപ്പ് കളറിലുള്ള ഭാഗമാണ് തഹജ്ജ് ചെയ്യേണ്ടത്. നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ട. ഫൽയസ്തജീബു അതുവരെ, ഫസ്റ്റത്തെ ആ ഭാഗം മാത്രം. ഫതഹ ലാം സുക്കൂൻ ഫൽ യാ ഫതഹ യാ ഫൽയ സീൻ സുക്കൂൻ ഫൽയസ് താ ഫതഹ താ ഫൽയസ്ത ജീം കെസ്റ യാ മദ് ബി ഹർക്കത്താൻ ഫൽയസ്തജീബു എസ്തജീ ബാ വമ്മ വാവ് മദ് സുബി ഹർക്കത്താൻ അലിഫ് സിഫർ മുസ്തതിർ ലാ യുൻതഖ് ഫൽയസ്തജീബു. യാ പറയുമ്പോൾ എന്തോ പ്രശ്നമുണ്ടോ? ഫൽ ആ യാ എന്നല്ല കേൾക്കുന്നത്, വേറെന്തോ ഒരു സംഭവമായിട്ടാ കേൾക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആണ്. ബാക്കി പറയുന്നുണ്ടോ? തഹ്ജീബ് ക്ലിയർ ആണല്ലോ. ലാം കെസ്റ യാ മദ് സുബി ഹർക്കത്താൻ ലി വാവ് ഫതഹ വാ
لام سكون والياء وما واليو ഹംസ സുക്കൂൻ. همزة سكون والياء ميم كسرة مي واليؤمي نون وما واو مد تبي حركتان واليؤمنوا ألف صفر مستتر لايم واليؤمنوا فليستجيبوا لي وليؤمنوا ലി ലാ ലി باكسرة ഓതിക്കോളൂ പറഞ്ഞോളൂ. باكسرة يا مد تبي حركتان بي فليستجيبوا لي ലീന്നുള്ളടത്ത് എന്താ നീട്ടാത്ത? ഫൽ ഫൽ യസ്തജീബു ലി 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 വൽയുമിനു ലി വല്യു ലി ലി فليستجيبوا لي وليؤمنوا بي لام فتحة لا عين فتحة لام شدة فتحة لعل عظمه لعله ميم സുക്കൂൻ. ميم മീം സാക്കിന ساكنة മുളഹറ ഖബ്ലൽ യാഇൽ മഫ്തൂഹ. ظهر قبل ياء مفتوحة لعلهم يا راء سكون ير شاو شين وما شو يرشو دال وما واو مد تبي حركتان يرشدوا نون فتحانا يرشدون فليستجيبوا ليؤمنوا بلعلهم يرشدون തെഹജ്ജ് ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് പാരായണം ചെയ്യുമ്പോൾ തെറ്റിപ്പോന്ന്? ഒന്നുകൂടി പാരായണം ചെയ്ത് നോക്കൂ. فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. യർഷുദൂന്ന് നിർത്താണെങ്കിൽ അവിടെ മാറ്റാനുണ്ട്. യർഷുദൂന എന്നാണ് നിങ്ങൾ തെഹജ്ജ് ചെയ്തത് കേട്ടോ. ദാലുമ വാമത് ആരിൽ വരുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. തെഹജ്ജ് ചെയ്യേണ്ട ഭാഗമാണ് മുകളിൽ കാണുന്നത്. പ്രയാസാവില്ലല്ലോ. كاف ضم كتب عليكم إذا حضر أحدكم الموت كاف ضم كو تاء كسرة كتب فتحة با كتب عين فتحة ع لام فتحة لا يا سكون علي كاف ضم كو عليكو ميم سكون مظهرة ميم سكون മുൾഹറ ميم ساكنة قبل المكسورة سورة عليكم إذا الفتحة ألف مد تبي حركتان إذا كتب عليكم إذا ح فتحة ح ضاد فتحة مفخمة ح را فتحة مفخمة حضر كتب عليكم إذا حضر ألف همزة فتحة ح فتحة ح دال فتحة دا أحد كاف ضمكو أحدكو ميم ضمكو أحدكم همزة وصل أحدكم ميم ضم همزة وصل تسكت كليرانا همزة وصل تسكت وصلا نبدأ بألم قمرية موهرة أحدكم ميم فتحة أحدكم അവിടെ നോട്ടെ الموت همزة وصل تسكت وصلا نبدأ بألم قمرية موهرة
മീം ഫത്ഹ മ അൽമ വാവ് സുക്കൂൻ അൽമൗ താ ലമ്മത്തു അൽമൗതു കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്. മൗത്ത് മൗത്ത് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു മദ് വരാനുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ വഖഫ് ചെയ്യാൻ പറഞ്ഞത്. മൗത്ത് മൗത്ത് മദ് ലീനാണോ? മദ് ലീനാണ്. അപ്പൊ അങ്ങനെ പറയണ്ടല്ലോ അല്ലേ? ആ മീം ഫത്ഹ മ വാവ് സുക്കൂൻ മദ്ദുല്ലീൻ ഹർക്കത്താൻ. واو مد لين جائز اثنان او اربع او ست حركات تا ساكنه عند الوقف. അങ്ങനെയല്ലേ നമ്മൾ തേജി പറഞ്ഞു? ശരി ശരി, അത് ഓർമ്മ കിട്ടിയില്ല. ഓക്കെ ശരി. ഓക്കെ, അൽഹംദുലില്ലാഹ് ബാറക്കല്ലാഹു ഫീ. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. ഓക്കെ, ഇതാണ്. പെട്ടെന്ന് തേജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കുറയ്ക്കണോ? കുഴപ്പമില്ല. വ ഫത്ഹ വ അലിഫ് ഹംസ കസ്റ ഇ വ ഇ നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ വ ഇന്ന ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹാ അ ലാം ഷദ്ദ ഫത്ഹ അല്ല ദാൽ കസ്റ യാ മദ് തബഈ ഹർകതാൻ അല്ലദീ നൂൻ ഫത്ഹന الذين وإن الذين خمسة وصل تسقط وصلا نبدأ بها خ سكون അല്ല, ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ നബ്ദഉ ബിഹാ ആ ഇ ഉ ഇ ഉറപ്പിച്ചോ? اختلفوا. ഓക്കെ. همزة تسقط وصلا نبدأ بها إي خ سكون إخ تا فتحة تا إخ تا لام فتحة لا فا لما واو مد الطبيعي حركتان ألف صفر مستدير لا ينطق اختلفوا فا كسرة يا مد يا مد يسقط وصلا وصلا تسقط وصلا نبدأ بها في اللام قمرية مظهرة الكاف كسرة كي الكي تا فتحة ألف مد طبيعي حركتان كتاب كسرة بي الكتاب وإن الذين اختلفوا في الكتاب لام فتحة لا فا كسرة يا مد طبيعي حركتان لفي شين كسرة شي قاف فتحة مفخمة ألف مد مفخمة مد طبيعي حركتان قا شقا قاف تنوين قاف كسرة لا قاف تنوين بالكسرة انه تنوين بالكسرة قن شقاق. തൻവീൻ ബിൽ കസ്റയ്ക്ക് ശേഷം ബാവ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തോ ഒരു നിയമം ഉണ്ടല്ലോ, ഒരു കുഞ്ഞു മീമിനൊക്കെ കാണുന്നില്ലേ? തൻവീൻ ബിൽ കസ്റ മുഖ്ഫ അല്ല, ഇതല്ല, ഇക്ലാബാണ്. സാവധാനം പറഞ്ഞാൽ മതി. മുൻകലബ ഫിൽ ബാഇൽ മഫ്തൂഹ ഖാഫ് തൻവീൻ ബിൽ കസ്റ മുൻകലബ ലിമീമിൽ മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ. കിട്ടിയോ? ഇല്ല, ശരിയായില്ല. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരുമോ? ഖാഫ് തൻവീൻ ബിൽ കസ്റ മുൻകലബ ലിമീം മുഖ്ഫ ഇൻദൽ ബാഇൽ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ. ഖാഫ് തൻവീൻ ബിൽ കസ്റ മുൻകലബ മീമിൽ മക്സൂറ. പിന്നെ മക്സൂർ ഒന്നും വേണ്ട. ഖാഫ് തൻവീൻ ബിൽ കസ്റ മുൻകലബ ലിമീം മുഖ്ഫ. മീമിലേക്ക് ലിമീം മുഖ്ഫ, മീമിലേക്കാണ് എന്താന്ന് ബാവ് വന്നതുകൊണ്ട് ഈ മാറ്റിമറിച്ചു. ആരെ? തെൻബീനിലെ നൂനിനെ മാറ്റിമറിച്ചു, മീമിലേക്കാക്കി. മീമിന് ശേഷം ബാവ് വന്നതുകൊണ്ട് എന്തായി? അത് ഇഖ്ഫ ആയിട്ട് മാറി. അതാണ് സംഭവം. ഷിഖാഖിം ബ റൈൻ കസ്റ യാ മദ് തബഈ ഹർകതാൻ അല്ല റൈൻ കസ്റ യാ മദ് വാരിൽ സുകൂൻ
اثنان أربعة أو ست حركات دال كسرة دال سكون عند الوقف دال فرعي ساكنة مقلقلة عند الوقف. مقلقلة عند الوقف أعيد അബാവൊന്ന് പാരായണം ചെയ്തോളൂ. وإن الذين اختلفوا في الكتاب لفي شقاق بعيد. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ ശുക്രൻ. ഇനി നമുക്ക് അടുത്ത ആള് ഇതൊന്ന് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പേര് വിളിക്കാം. അസ്ബാബു അൽ മുദൂദി അൽ ഫറഈ, അതായത് ഫറഈയായ മദ്ദിൻ്റെ കാരണക്കാരാരൊക്കെയാണ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം, ഒരു ടോപ്പിക്കാണത്. അസ്ബാബു അൽ മുദൂദി അൽ ഫറഈ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാണ്. ഹംസ, സുക്കൂന്, ഷദ്, ഇതാണ് എന്ത് അസ്ബാബ് അൽ മുദൂദ് അൽ ഫറഈ. ഫറഈ ആയ മദ്ദിൻ്റെ കാരണക്കാരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംസ, സുക്കൂന്, ഷദ്. ഓക്കെ, മദ് ഫറഈ. അലിഫ് യാ വാവിന് ശേഷം ആരൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാൽ അത് എന്താണ് ഫറഈ ആയിട്ടുള്ള മദ്ദാണ്. അസാധാരണ മദ് എന്ന് പറയാം, ശാഖകളുള്ള മദ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം നമ്മൾ മദ് ഫറഈ ഒന്നും കൂടി നമ്മൾ വിശദമായിട്ട് നോക്കുക. മദ് ഫറഈൽ ഹംസ കാരണം സംഭവിക്കുന്ന മദ്ദുണ്ട്, സുക്കൂന് കാരണം സംഭവിക്കുന്ന മദ്ദുണ്ട്. ഹംസ കാരണം സുക്കൂനോ ഷദ്ദോ കാരണം സംഭവിക്കുന്ന മദ്ദുണ്ട്. പിന്നെ ഹംസ കാരണം സംഭവിക്കുന്ന 3 മദ്ദുകളുണ്ട്. ഹംസ കാരണം സംഭവിക്കുന്ന, അതായത് അലിഫോ യാവോ വാവോ ശേഷം ആര് വരികയാണ്? ഹംസ വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ഒരു ഫറഈ ആയിട്ടുള്ള, അതായത് സാധാരണയിൽ കൂടുതൽ ദീർഘം നൽകി ഉച്ചരിക്കേണ്ട ഒരു ഭാഗമാണ്, ഒരു ഭാഗമായിട്ട് അത് മാറും. അത് ഫറഈ ആയിട്ട് സാധാരണമായിട്ട് ചെറിയൊരു മാറ്റത്തോടു കൂടി, അതായത് ദീർഘം അധികരിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഒരു കേസാണ് ഹംസ വന്നു കഴിഞ്ഞാൽ. അത് പിന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാം, ജീം ഫത്ഹ അലിഫ് മദ്ദാണ്, ശേഷം ഹംസ വന്നു, അപ്പോൾ അത് അസാധാരണമായി. ഓക്കെ, അതിന് പറയുന്ന പേര് മുത്തസിൽ എന്നാണ്. മുത്തസിൽ നമ്മൾ പഠിച്ചതാണ്. പിന്നെ നിങ്ങൾ താഴത്ത് നോക്കൂ, ലേ എന്നുള്ള ലാം ഫത്ഹ അലിഫ് മദ്ദാണ്, ശേഷം തൊട്ട ശേഷം വരുന്നത് ഹംസയാണ്. അപ്പോൾ അവിടെയും അത് അസാധാരണത്തിലേക്ക് പോയി. ലാ ഉഖ്സിമു ബിഹ, അങ്ങനെ അത് മാറി. അതിന് പറയുന്നത് മുൻഫസിൽ, ഇൻഫുസിൽ, വേറിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഐന്ദഹു ഇല്ല, ഐന്ദഹു എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ഹാ ദൊമ്മ വാമദ്, ശേഷം ഹംസ വന്നു, അവിടെയും എന്താണ്? ഐന്ദഹു ഇല്ല എന്നാണ്. അതിന് പറയുന്നത് സില കുബ്ര എന്നാണ്. ഓക്കെ, ഓരോന്ന് അവിടെ അതിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മദ് മുത്തസിൽ, മദ് മുത്തസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വാക്കിൽ, ഒരു വാക്കിൽ ഹംസ് അലി മദ്ദിൻ്റെ അക്ഷരയും ഹംസും വരികയാണ്. ഒരു വാക്കിൽ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലല്ല വരുന്നത്, അലിഫ് മദ്ദക്ഷരങ്ങൾക്ക്, അതായത് അലിഫ് യാ വാവിന് ശേഷം തൊട്ടുടനെ ആര് വരികയാണ്? ഹംസ വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ആ മദ്ദിന് പറയുന്ന പേരാണ് മദ് മുത്തസിൽ എന്ന്. ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുൻഫസിലാണെങ്കിൽ വേറിട്ട് നിൽക്കുന്നതാണ്. അലിഫ് യാ വാവു മദ്ദക്ഷരങ്ങൾക്ക് ശേഷം അടുത്ത വാക്ക്, ഒരു വാക്കിൻ്റെ അവസാനത്തിൽ അലിഫോ യാവോ വാവോ വന്നു, അടുത്ത് വരുന്ന വാക്കിൻ്റെ തുടക്കം തന്നെ ആര് വരികയാണ്? ഹംസ വരികയാണ്. അങ്ങനെയാണെങ്കിൽ മുൻഫസിൽ, വേറിട്ട് നിൽക്കുന്നതെന്നാണ്. മുത്തസിൽ ചേർന്ന് നിൽക്കുന്നത്, മുൻഫസിൽ വേറിട്ട് നിൽക്കുന്നത് എന്നാണ്. അപ്പം അങ്ങനെ വരുന്നതിന് മുൻഫസിൽ വിശദമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മുത്തസിൽ അതാ ദീർഘാക്ഷരങ്ങളായ അലിഫ് യാ വാവ എന്നിവയ്ക്ക് ശേഷം അതേ പദത്തിൽ ഹംസ വന്നാൽ അതിനെ മദ് മുത്തസിൽ എന്ന് പറയുന്നു. അതേ പദത്തിൽ ഹംസ വന്ന് ശേഷം, എന്നിവയ്ക്ക് ശേഷം അതേ പദത്തിൽ ശേഷം എന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ഇടേണ്ട കാര്യമാണ് കേട്ടോ. ഒരു വാക്കിൽ എവിടെയെങ്കിലും അതേ പദത്തിൽ എവിടെയെങ്കിലും ഹംസ വന്നതുകൊണ്ട് കാര്യമില്ല. അലിഫ് യാ വാവ് എന്നിവയ്ക്ക് ശേഷം
ഏതെങ്കിലും ഒരു മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ വന്നാൽ അതിന് മദ് മുത്തസിൽ എന്ന് പറയും. അതിൻ്റെ പാട്ടാണ്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പാട്ടുകളിൽ ഒരു പാട്ട് ഇതാണ്. കുറേ പാട്ടുകൾ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചാൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പാട്ടുകൾ പരീക്ഷയ്ക്ക് വരും, ഉറപ്പിച്ചോളൂ. ചിലപ്പോൾ 2 വരും, ഫില്ല് ചെയ്യാനായിരിക്കും. അപ്പോൾ വാജിബുൻ ഇൻജ മാത്രമേ ഉണ്ടാവുള്ളൂ, യുവാദ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ പാട്ട് കാണാതെ പഠിക്കുക. ഫവാജിബുൻ ഇൻ ജാഅ ഹംസും ബഅദ മാദ് ഫീ കൽമത്തിൻ വദാ ബിമുത്തസിലിൻ യുആദ്. പാട്ടാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, നഷീദാണ്. ആ പാട്ടോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. വാജിബുൻ ഇൻജ, വാജിബാണ്. ഇൻജ ഹംസുൻ, ഹംസ വന്നാൽ, ബഅദ മദ്, മദ്ദിന് ശേഷം ഹംസ വന്നാൽ, ഫീ കിൽമത്തിൻ, ആ വാക്കിൽ, അത് അതേ വാക്കിൽ, വദ അതിന് പറയും, മുത്തസിൽ എന്ന് അതിനെ വിളിക്കും, യുആദ്, ബി മുത്തസിൽ യുആദ്, അതിനെ മുത്തസിൽ എന്ന് വിളിക്കും എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. ഓക്കെ, നമുക്ക് ആയത്തിലേക്ക് പോകാം. അടുത്ത ആള് ഷെയ്ബത്താണ്. ഷെയ്ബത്ത ഉണ്ട് പാരായണം ചെയ്തോളൂ. ഓതിയേക്കട്ടെ. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. ആ ചെറിയ ഭാഗം ഒന്ന് തഹ്ജ് ചെയ്യാൻ പറ്റുമോ? വ ഫത്ഹ വ, ലാം ഫത്ഹ ല, ഖാഫ് ഫത്ഹ മുഫഖമ ഖ, ലഖ, ദാൽ മുകൽകല ദ, ലഖദ, ദാൽ സാക്കിന മുകൽകല ഖദ്, സാക്കിന മുകൽകല ഖദ, ലഖദ, സായ് ഫത്ഹ സ, യാ തൻവി ഷദ്ദ ഫത്ഹ സയ്യ, നൂൻ ഉന്ന, നൂൻ ഹർഫ് ഗുന്ന മുശദ്ദദ ബിൽ ഫത്ഹ, ഷദ്ദ ഫത്ഹ അലിഫ് മദ് തുബഇ, ഹർകതാൻ സയ്യന്ന, ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലിൻ. അത് നിങ്ങൾ എങ്ങനെ പാരായണം ചെയ്യുക? വലഖദ് സയ്യന്ന സമാ എന്നാണോ, അല്ലെങ്കിൽ വലഖദ് സയ്യന്ന സമാ? അവിടെ മുറിയുന്നുണ്ട്. അപ്പൊ മുറിയുന്ന മാതിരി തഹ്ജ് ചെയ്യണം. നൂൻ ഹർഫ് ഗുന്ന മുശദ്ദദ ബിൽ ഫത്ഹ, അലിഫ് മദ് യസ്കുതു വസ്ലൻ, ഹംസതു വസ്ലിൻ തസ്കുതു വസ്ലൻ. അലിഫ് മദ് ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലിൻ, നബ്ദഹു ബിഹാ ആ, ലാം കമരിയ, ലാം ശംസിയ. എനിക്ക് കുറച്ച് യാത്രകൾ കഴിഞ്ഞു വന്നിട്ട് എനിക്കത് പെട്ടെന്ന്. സീൻ ഷദ്ദ ഫത്ഹ അസ്സ, മീം ഫത്ഹ മദ് മുത്തസിൽ ജായിസ്, ഫത്ഹ അലിഫ് മദ് മുത്തസിൽ വാജിബ് ഖംസ ഹറകാത്, ഹംസ മദ് മുത്തസിൽ ജായിസ് ഇസ്നാൻ ഔ അർബഅ ഔ ഖംസ ഹർകത്ത്. മദ് മുത്തസിൽ ജായിസ് ആണോ ഷെയ്ബത്താത്ത? എന്താണ് പറയുന്നത്? വാജിബ് വാജിബ്. എന്നിട്ട് എന്താണ് മദ് മുത്തസിൽ വാജിബ് അർബഅ ഔ ഖംസ ഹർകത്തൈൻ, ഹർകത്തൈൻ ഹംസ ഫത്ഹ ഹർകത്താൻ, ഹംസ ഫത്ഹ അസ്സമാ, ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലിൻ, നബദഹു ബിഅ, ലാം ശംസിയ, അൽ ദാൽ ഷദ്ദ വമ്മ ദു അദ്ദു, ലാം ശംസിയ മുദ്ഗമ ഫി ദാലിൽ മദ്മൂമ അദ്ദു, അങ്ങനെയല്ലേ വരിക?
ഓക്കെ. ലാമിൽ മദ്മൂമ. അദ്ദു ലാം ഷംസിയ നൂൻ മദ് നൂൻ സാക്കിന നൂൻ സാക്കിന അദ്ദുൻ അല്ല നൂൻ സാക്കിന ഇദ്ഗാം ബിഗുന്ന അല്ലേ? ആണോ? നിങ്ങൾ ഒന്ന് ഇതിന്റെ ഒന്ന് അതേ പാരായണം പദത്തിൽ ചെയ്തോളൂ. വരുമ്പം ബിഗുന്ന ആവൂല. അല്ല അതൊന്ന് ഒന്ന് ചെയ്ത് പാരായണം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അദ്ദുന്യ. എങ്ങനെ ഉന്ന അങ്ങനെയാണോ? അദ്ദുന്യാന്നാണ് ഉന്ന അവിടെ പറയും. ഉന്ന വരികയില്ല, അതേ പദത്തിൽ തന്നെ ആവും, വന്നോണ്ട് ഉന്ന വരികയില്ല. അതെ, എന്തായാലും പറയാ. എനിക്കൊരു യാത്ര, ഒരു ആശുപത്രി കേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ നിന്ന് വിളിക്കുന്നുണ്ട്. മിസ്സിനോട് ഞാൻ അവധി പറഞ്ഞായിരുന്നു. പക്ഷെ സാഹചര്യത്തിൽ നിന്ന് വിളിക്കുന്നോണ്ടാട്ടോ എനിക്ക് ഒട്ടും കിട്ടുന്നില്ലാത്തല്ല അറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. നൂൻ സാക്കിന മുൽഹറ മുത്തലക്ക. മുൽഹറ മുത്തലക്ക എന്ന് പറയും. നിരുപാധികം ഇൽഹാർ. അത് എനിക്ക് മുൽഹറ മുത്തൽക്ക. മുൽഹറ മുത്തലക്ക. അതായത് 4 വാക്കുകളുണ്ട്: ദുനിയ, ബുനിയ, ഖിൻവാൻ, സിൻവാൻ. അതിൽപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കാം. മുൽഹറ മുത്തൽക്ക അത് എനിക്ക് അത്ര കിട്ടിയിട്ടില്ലായിരുന്നു ഉസ്താദ്. എനിക്ക് മുൽഹറ മുത്തൽക്ക എന്നുള്ളതില് അതെന്താന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായി. ചോദിക്കണം. ഓക്കെ. മുത്തൽക്ക അദ്ദുന്യ വലഖദ് സയ്യന്ന സമാഅ അദ്ദുന്യ. ഓക്കെ. അൽഹംദുലില്ലാ. അപ്പൊ അതൊന്നും അല്ല, ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങള്. ഓക്കെ. ഇൻഷാ അല്ലാഹ്. വഅലൈക്കും സലാം. قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. كبير. ഓക്കെ. മിൻ ഷൈഇൻ എന്നാക്കണം. ഈ മോളിൽ കാണുന്ന ചോപ്പ് മൊത്തം തഹജ്ജി ചെയ്യണം. അപ്പൊ നിങ്ങൾ പ്രയാസപ്പെടുന്നതിന്റെ പേരില് ജഅന എന്നുള്ളത് മാത്രം. ജഅന മൊത്തം പറയും. കാഫ് ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് തബീ ഹർക്കത്താൻ ഖാ ലാം ലമ്മ വാവ് മദ് തബീ ഹർക്കത്താൻ അലിഫ് സിഫ്ർ മുസ്തദിർ ലാ യുംതഖ് ഖാലു ബാ ഫത്ഹ ബാ ലാം ഫത്ഹ യാ മദ് തബീ ഹർക്കത്താൻ ബലാ ഖാലു ബലാ. ലാം ഫത്ഹ ലാം ഫത്ഹ യാമദോ എന്താ മറന്നുപോയി സാർ. അതാണ് എനിക്കും മറന്നുപോയി. ലാം ഫത്ഹ അവിടെ എന്താ സംഭവിക്കുക? ലാം ഫത്ഹ എന്ന് പറഞ്ഞിട്ട് ആ എന്നാണല്ലോ വരുന്നത്. അപ്പൊ പിന്നെ ബല എന്നുള്ള അലിഫിന്റെ ശബ്ദത്തിനാ കേൾക്കുന്നത്. എഴുതിയത് യാ ആണ്, പക്ഷെ ഉച്ചാരണത്തില് അലിഫു ആണ്. അതിനെന്താ പറയല്? അലിഫ് ലയ്യന തുക്തബ് യാൻ തുന്തക്ക് അലിഫ് എന്നൊക്കെ. അലിഫൻ മദ് തബീ ഹർക്കത്താൻ ബല ഖദ് കാഫ് ഫത്ഹ മുഫഖമ ഖാ ദാൽ സാക്കിന മുകൽകല ഖദ് ഖാലു ബല ഖദ് ജാഅന ജീം ഫത്ഹ അലിഫ് മദ് മുത്തസിൽ വാജിബ് അർബ ഔ ഹംസ ഹർക്കാത്ത് ഹംസ ഫത്ഹ ആ ജാഅ
نون فتح ألف مد تبي حركتان جاءنا قالوا بلى قد جاءنا نذير فكذبنا نون فتحنا ذال كسرى يا مد تبي حركتان نذير را تنوين بالضمة نذير نذير അപ്പം റാം വമ്മ തൻവീൻ ബിൽ വമ്മ മുതുകമ ഇദ്ഗാമാണ് അവിടെ വരിക. ഇദ്ഗാമിന്റെ ഹർഫുകൾ ഏതാണ്? അല്ല മുതുകമല്ല ഉം, മുഖ്ഫ ഉം, ഉം, നദീറും മുഖ്ഫ ഉം. മുഖ്ഫ റാ തൻവീൻ ഇന്ദ ضمة مخفى عند فاعل മുഖ്ഫ مفتوحة ഇന്ദ ഫാഇൽ മഫ്തൂഹ بهن حركتين. ബിഹുന്ന ഹർക്കത്തൈൻ ഉം. നദീറും فتح نذير فتح دال شد فتح كذا باء ساكنة مكلكلة كذب نون فتح ألف مد تبي حركتان نا فكذبنا قالوا بلى قد جاء لا قالوا بلى قد جاءنا نذير فكذبنا ഓക്കെ, അൽഹംദുലില്ലാ, وقلنا ബാറക്കല്ലാഹ്. അത്രയും മതി, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോൾ ഇന്ന് രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു. അപ്പം അത് മുൻഫസിലാണ് ഞാൻ അടുത്ത എടുക്കാനുള്ളത്. അപ്പം നമ്മളിപ്പോൾ 1, 2, 3, 4 ഗ്രൂപ്പുകൾ മാത്രമേ നോക്കിയിട്ടേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഗ്രൂപ്പ് മാത്രമാണ് കാര്യമായിട്ട് സജീവമായിട്ടുള്ള ചർച്ച നടക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ പ്രയാസങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഗ്രൂപ്പുള്ള ആൾക്കാർ ഉഷാറായിട്ട് പറയുന്നുണ്ട്, അല്ലാത്ത ആൾക്കാരൊക്കെ പിന്നോട്ടുമാണ്. അപ്പം ബാക്കിയുള്ള ഗ്രൂപ്പുള്ള ആളുകളും കൂടി ഒന്ന് ഉഷാറായിട്ട് നമ്മളുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. തെഹജിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കുക. ഇപ്പം നമ്മളെ പോഷൻ മാത്രമാക്കി മാറ്റുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. മൊത്തത്തിൽ പറയുമ്പോൾ കുറേ പ്രയാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ പാരായണത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കോഴ്സ് കഴിഞ്ഞു, പരീക്ഷയോട് അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഒന്നും കൂടി പാരായണം ഒന്നും കൂടി ക്ലിയർ ആക്കാനുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണെങ്കിൽ വളരെ ഹാജർ നില വളരെ കുറവാണ്. ഇന്ന് കഴിഞ്ഞ ആഴ്ച അത്രയും ആൾക്കാരില്ല, ഒരു 20 ആൾക്കാരാണുള്ളത്. നമുക്ക് നാളെ തന്നെ നമുക്ക് ഗ്രൂപ്പിൽ എന്തെങ്കിലും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കണം. അത് മാത്രമല്ല, പരീക്ഷ എഴുതേണ്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഇൻഷാല്ലാ സംസാരിക്കാം. നിങ്ങൾ പഠനത്തിൽ ഒന്നും കൂടി സജീവരാകുക. ഇൻഷാല്ലാ മദ് മുൻഫസിൽ മുതൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഇരിക്കാം. പിന്നെ ഒരു ദിവസം നിങ്ങളെ സംശയങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ദിവസം സംശയ നിവാരണവും അതേപോലെ 1-2 ടോപ്പിക്കുകൾ പറയാനുണ്ട്, അതും ഒരു ദിവസം ഉണ്ടാവും. പരീക്ഷ മിക്കവാറും ജൂൺ അവസാന ആഴ്ചയിലായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ കുറേ സമയമുണ്ട്. അപ്പം ആ കൂടുതൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരീക്ഷൻ്റെ മുമ്പത്തെ ഏതെങ്കിലും ഒരാഴ്ച ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടക്കുക. അപ്പം എങ്ങനെയാണ് വരിക എന്നുള്ളത് മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നു. അതുകൊണ്ട് പരീക്ഷൻ്റെ തൊട്ട് മുമ്പത്തെ അവസാനത്തെ ആഴ്ച ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാല്ലാ നിങ്ങൾ പഠനത്തിൽ ഒന്നും കൂടി സജീവരാവുക. ഗ്രൂപ്പിൽ സജീവമായിട്ട് ചർച്ച നടത്തുന്ന ആൾക്കാർ ഉഷാറായിട്ട് തേജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാത്ത ആളുകൾക്കാണ് കുറച്ച് പ്രയാസമുള്ളത്. അപ്പം നിങ്ങൾ ഒന്നും കൂടി ഉഷാറാവണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. 2-3 ഗ്രൂപ്പുകൾ മാത്രമാണ് സജീവമായിട്ടുള്ളത്. ഇൻഷാല്ലാ. അപ്പോൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കാം, നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അതേപോലെ മരണപ്പെട്ടു പോയവർക്ക് എല്ലാം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇരുത്തത്തൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മയൊക്കെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നീക്കി തരുമാറാവട്ടെ.
നിങ്ങൾ പ്രാർത്ഥിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.